നമ്മൾ സർക്കാരുകൾ വളരെ ഗൗരവമായ ചില നടപടികൾ എടുക്കണം. നമ്മുടെ സ്കൂളുകളുടെ 5 കിലോമീറ്റർ പരിധിയിലെങ്കിലും ശരിയായ രീതിയിൽ നിരീക്ഷണം നടത്തിയില്ലെങ്കിൽ നമുക്ക് മയക്കുമരുന്നിന്റെ വിപണനം തടയാനായിട്ട് സാധിക്കാത്ത അവസ്ഥയാണ്. ക്യാമ്പസുകളിലൊക്കെ ചില വിദ്യാർത്ഥി സംഘടനകൾ പോലും ഇതിന്റെ ഏജന്റുകളായിട്ട് മാറുന്നുണ്ട്. പെൺകുട്ടികൾ പലരും ഇതിന്റെ കാരിയേഴ്സ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ സമൂഹത്തെക്കുറിച്ച്, അടുത്ത തലമുറയെക്കുറിച്ച് കരുതലുള്ള ഒരു സർക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മയക്കുമരുന്ന് വ്യാപനത്തിനും മദ്യത്തിന്റെ വ്യാപനത്തിനുമെതിരെ നടപടികൾ എടുക്കാനായിട്ട് സാധിക്കണം. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ബാറുകൾ അനുവദിക്കും. കാരണം ഒരു ബാറിന് മിനിമം 25 ലക്ഷം രൂപ എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ പോയാൽ 1000 ബാർ അനുവദിച്ച 250 കോടി രൂപയായി. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും ഒക്കെ ജയിക്കണം. പിന്നെ അതിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള സാമ്പത്തിക സമാഹരണമായി തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നല്ലാതെ ജനങ്ങളുടെ ആരോഗ്യമോ അടുത്ത തലമുറയുടെ പുരോഗതിയോ അങ്ങനെ എന്തെങ്കിലും സ്വപ്നം കാണുന്ന ഭരണാധികാരികൾ നമുക്ക് എന്നാണ് ഉണ്ടാവുക എന്ന് അവരുടെ പല നിലപാടുകൾ കാണുമ്പോൾ നമ്മൾ ദുഃഖത്തോടു കൂടി ഓർക്കാറുണ്ട്.